വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യത്തിൽ വ്യത്യസ്തത നിലനിർത്തി നിൽക്കുന്ന നക്ഷത്രമെന്ന് എം.എൻ. കാരശ്ശേരി. മതപരമായ വർഗീയത, ജാതിപരമായ വിവേചനം എന്നതിനെതിരെയുള്ള നിലപാടാണ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നതെന്നും ആ ഗാന്ധിജിയെ തൊട്ടിട്ടാണ് കോഴിക്കോട് വന്ന് ബഷീർ രാഷ്ട്രീയത്തിൽ പങ്കാളിയായതും സമരത്തിൽ പങ്കെടുത്തതെന്നും ശ്രീ എം.എൻ. കാരശ്ശേരി. ബഷീർ ദിനത്തോടനുബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ തലോലപ്പറമ്പ് ഫെഡറൽ ബാങ്കിൽ നടത്തിയ ബഷീർ പുരസ്കാര ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ടാം വീടായിട്ട് തോന്നുന്ന തരത്തിൽ ഈ പലാങ്കടം, അവിടെ എ ആർ നാരായണൻ്റെ വീട്, അവിടെ അത് പാലെടുക്കാത്തൊരു കാലത്ത് ഞാനും അപ്പവും കൂടിയൊക്കെ നടന്ന കാര്യങ്ങളിൽ ഒരുപടി എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തമ്പി ആന്റണിയെ അനുമോദിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ പ്രൈസ് കൊടുത്തിട്ടാണ് ഒരുപടി കാര്യം. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ബഷീറിൻ്റെ ഒരു വാക്കാണ്: സമയമില്ല, അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമേ അനന്തമായ സമയമുള്ളൂ. പച്ച മനുഷ്യൻ്റെ കഥകൾ പറഞ്ഞ് സാഹിത്യ മണ്ഡലത്തിൽ എന്നും ശോഭിച്ച ബഷീർ നാട്ടിൻ പുറത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ചിരഞ്ജീവി വ്യക്തിത്വം നൽകിയ സാഹിത്യകാരനായിരുന്നുവെന്നും മുൻ മന്ത്രിയും പ്രഭാഷകനുമായ ശ്രീ മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. ബഷീർ ബാല്യകാല സഖി പുരസ്കാരം എം.എൻ. കാരശ്ശേരിക്കും ബഷീർ അമ്മ മലയാളം പുരസ്കാരം കെ.എ. ബീനയ്ക്കും സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിലെ ഒരു സംഭവത്തെ അതിൻ്റെ ദാർശനിക സ്വഭാവത്തോടു കൂടി കാണാനുള്ള ഒരു പ്രതിഭ ഉണ്ടായി. നമ്മുടെ ചുറ്റിലും നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അദ്ദേഹം മഹാത്മാഗാന്ധിയെ വൈക്കത്ത് വന്നപ്പോൾ പോയി കണ്ട് ഗാന്ധി ആ കാലത്ത് എല്ലാ കാലത്തും ഉള്ള ഒരു അത്ഭുതമാണ്. അദ്ദേഹത്തെ തൊട്ട് അതൊരു മനുഷ്യ ശരീരമാണെന്ന് ബോധ്യപ്പെട്ടത് ബഷീർ എഴുതിയിട്ടുണ്ട്. സമിതി ചെയർമാൻ കിളിരൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സമിതി വൈസ് ചെയർമാൻ ഡോക്ടർ പോൾ മണലിൽ മുഖ്യ പ്രഭാഷണം നടത്തി. അതുപോലെ തന്നെ അവാർഡ് ആർക്ക് കൊടുക്കുന്നു എന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നാമധേയം നിലനിർത്താനുള്ള ബാല്യകാല സഖി പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ നാട്ടിൽ ഇനിയും നട്ടെല്ല് വളയാത്ത സാംസ്കാരിക നായകന്മാർ ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ എം.എൻ. കാരശ്ശേരി മാഷ. ചലച്ചിത്ര നടൻ തമ്പി ആന്റണി ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ഈ സംഘാടക സമിതി, പ്രത്യേകിച്ച് ഷാജിമോ, ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഫെഡറൽ ബാങ്ക് സോണൽ ഹെഡ് നിഷ കെ ദാസ്, അഡ്വക്കേറ്റ് ടോമി കല്ലാനി, മോഹൻ ഡി ബാബു, എം.ഡി. ബാബുരാജ്, പി.ജി. ഷാജിമോൻ, ഡോക്ടർ യു.എം. ഷൈല, ബഷീർ കഥാപാത്രങ്ങളായ സയ്യിദ് മുഹമ്മദ്, ഖദീജ തുടങ്ങിയവർ സംസാരിച്ചു. വി വിഷൻ ന്യൂസ്, വൈക്കം.